ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് ഏക്ക് ബൂന്ദ് എന്നുള്ള കവിതയാണ് മിസ് എടുക്കുന്നത്. അപ്പോൾ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് അരിയാവുദിൻ്റെ കവിതയാണിത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. ജോം നിക്കൽക്കർ ബാദലോം കി ഗോദ് സേ ദീ അബി ഏക്ക് ബൂന്ദ് കുച്ച് ആകെ പടി. അപ്പോൾ ജോം നിക്കൽക്കർ, അതായത് അത് പുറപ്പെട്ടിട്ട് ബാദലോം കി ഗോദ് സേ, ബാദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡിൻ്റെ, ഗോദ് മടിത്തട്ടിൽ നിന്ന്. അപ്പോൾ അത് പുറപ്പെടുകയാണ്. അത് പുറപ്പെട്ട് എവിടെ നിന്നാണ്? ബാദലോം കി ഗോദ് സേ, ബാദലോം കി ഗോദ് സേ ക്ലൗഡിൻ്റെ, മേഘത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന്. ബി അബി ഏക്ക് ബൂന്ദ് കുച്ച് ആകെ ബടി. അപ്പോൾ അത് ഏക്ക് ബൂന്ദ്, അവിടെ നിന്ന് വന്നത് എന്താണ്? ഒരു തുള്ളിയാണ്, ഒരു മഴത്തുള്ളി അല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് ആണ് വന്നത്, ഒരു ഡ്രോപ്പാണ് വന്നത്. അപ്പോൾ കുച്ച് ആകെ ബടി, അത് മുന്നോട്ടേക്ക് വന്നപ്പോൾ സോച്ചിനെ, അപ്പോഴാണ് അത് ആലോചിച്ചത്. ഫിർ യഹി ജി മേം ലഗി ഹാ ക്യോം ഗർ ചോടുക്കർ മേം യോം കടി. അതായത് ഞാൻ എന്തിനാണ്, അത് ആലോചിക്കുകയാണ്. അത് അപ്പോഴാണ് അതിന് ചിന്ത വന്നത്, ഞാൻ എന്തിനാണ് വീട് ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്, ഞാൻ എന്തിനെന്ന് അത് ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു ബാദലിൻ്റെ മടിത്തട്ടിൽ നിന്നും ഒരു തുള്ളി, ഒരു ഡ്രോപ്പ്, ബൂന്ത്, ഏക്ക് ബൂന്ത്, അത് പുറപ്പെട്ടപ്പോൾ അത് പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എന്നത് ചിന്തിക്കുകയാണ്. ദേവ് മേരെ ബാഗ് മേം ഹെ ക്യാ ബദാ. ദേവ്, ദേവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ദൈവം. മേരെ ബാഗ്, എൻ്റെ ഫെയ്ത്ത്, എൻ്റെ എന്താണ്, ഭാഗ്യ പരീക്ഷണം, എനിക്ക് ഗുണാണോ ദോഷാണോ എന്നുള്ളത്. ക്യാ ബദാ, എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. മേം ബച്ചൂങ്കി, ഞാൻ രക്ഷപ്പെടുമോ. യാ മിലൂങ്കി ധൂൽ മേ, ഞാൻ അകപ്പെട്ടു പോകുമോ. ധൂൽ മേം, പൊടിപടലങ്ങളിൽ പെട്ട് ഞാൻ പോകുമോ. യാ ജലൂങ്കി, ഞാൻ കത്തുമോ. ഗിർ അങ്കരെ, ഞാൻ എന്താണ് തീക്കനലിൽ പോയി വീഴുമോ. ഇങ്ങനെ കിസി ചു പടൂങ്കി യാ കമൽ കെ ഫൂൽ മേ, ചിലപ്പോൾ ഞാൻ എവിടെ പോയി വീഴും. കമൽ കെ ഫൂൽ, ലോട്ടസ് എന്ന പൂലിൽ വീഴുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ വിധി എന്താണെന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബധ, ബധ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ദൈവം എൻ്റെ വിധി എന്താണോ എഴുതിയിട്ടുള്ളത്, ഞാൻ രക്ഷപ്പെടുകയാണോ അതോ ഞാൻ പൊടിപടലങ്ങളിൽ പെടുമോ. ധൂൽ എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളിൽ പെടുക എന്നുള്ളതാണ്, പൊടിപടല എന്നുള്ളതാണ്. ജലൂങ്കി, ഞാൻ കത്തിപ്പോവുമോ. അതോ ഗിർ അങ്കരേക്ക് കിസി, ഞാൻ വീണു പോകുമോ. എവിടെ? തീക്കനലിൽ, അതാണ് അങ്കാരെ എന്ന് പറഞ്ഞാൽ. ചൂ പടുങ്കി, ചിലപ്പോൾ ഞാൻ വീഴുമായിരിക്കും. എവിടേക്ക്? കമൽ കെ ഫൂലുമേ, എവിടെയാണ്? ലോട്ടസിൻ്റെ അല്ലേ, ലോട്ടസ് എന്ന ഫ്ലവറിലേക്ക് ഞാൻ വീഴുമായിരിക്കും. ബഹ് ഗയി, അപ്പോഴാണ് ആ ഒഴുകിപ്പോയത്. ഉസി കാലേക്ക് ഐസി അവ, പെട്ടെന്നാണ് ആ കാലാവസ്ഥയിൽ ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് ആ ടൈമിനൊരു ചേഞ്ച് വന്നത്. എന്താണ്? ഏക്കൊരു കാറ്റിൻ്റെ രൂപത്തിൽ പെട്ടെന്നാണ് സമയം മാറിയത്. ഈ സമുദ്ർ കി ഓർ ആയി അൻമനി വഹ്, അത് എന്താന്നിട്ട് ചെയ്തത്? അത് ഫോഴ്സ്ഫുള്ളി, വളരെ ശക്തിയായിട്ട്, അൻമനി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ്ഫുള്ളി ആയിട്ട്. സമുദ്ർ കി ഓറായി, ഒരു കാറ്റ് വന്നിട്ട് എന്ത് ചെയ്തു? അത് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് പെട്ടെന്നാണ്, അപ്പോഴാണ് അത് ചിന്തിച്ചത്. ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കാറ്റ് വരികയും അൻമനി, വളരെ ഫോഴ്സ്ഫുള്ളായിട്ട്, സമുദ്ര കി ഓർ, സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ? സീ, കടലിൻ്റെ ഓരത്തേക്ക് അത് പോവുകയാണ്. ഏക്ക് സുന്ദർ സീപ്പ് കാദാ മൂഹ് ഗുല, ഏക്ക് സുന്ദർ, ഏക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീപ്പ്, ഒരു ചിപ്പി വായ തുറന്നിട്ട്, മൂഹുഗുല, അതിൻ്റെ വായ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സീപ്പ് അല്ലേ, ആ ചിപ്പി ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉസി മേ ജാപ്പടി, അത് അതിലേക്ക് വീഴുകയും മോത്തി ബെനി, അത് മുത്തായിട്ട് മാറുകയും ചെയ്തു. ആ തുള്ളി എന്തായത്? ആ സീപ്പിലേക്ക്, ആ ചിപ്പിയിലേക്ക് ചെന്ന് വീണതും മോത്തി ബെനി, അത് മുത്തായിട്ട്, പേളായിട്ട് മാറി. അപ്പോൾ ആ ലവും അല്ലേ, എന്താ ഉണ്ടായത്? ആ സെയിം ടൈമിൽ തന്നെ എന്താ ഉണ്ടായത്? പെട്ടെന്നാണ് ചേഞ്ച് വന്നത്. കാൽ കെ ഐ സി ഹവ, ഒരു കാറ്റിൻ്റെ രൂപത്തിൽ വരികയും അതെന്തായി? സമുദ്രത്തിൻ്റെ ഓർ ആകെയി എന്നാണ് പറയുന്നത്, സമുദ്രത്തിലേക്ക് പോവുകയാണ്. അവിടെ എന്താ ഉണ്ടായത്? അൻമനി, ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ആ കാറ്റ് വന്നിട്ട് ആ സീപ്പ് കാത, ആ തുറന്നിരിക്കുന്ന ആ ചിപ്പിയിലേക്ക് എന്ത് ചെയ്യാണ്? ഈ തുള്ളി അതിൽ പോയി വീഴുകയും അത് എന്തായി മാറി? മുത്തായി മാറുകയും ചെയ്തു. ലോക് യോം ഹി ജിൻസ്കത്തെ സോച്ചത്തെ, അപ്പോൾ ആളുകൾ ഇതാണ് ജിൻസ്കിനറ്റു, ഭയപ്പെടുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്. ജബ്കി ഉൻകെ ചോടന പടുത്ത ഹേഗർ, വീട് വിട്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കുകയാണ്, അവർ ഭയപ്പെടുകയാണ്. ജിൻസ്കത്തെ എന്ന് പറഞ്ഞാൽ ടു ഫിയർ, ഭയപ്പെടുകയാണ്. എന്നിട്ട് അവരെന്താണ്? ഉൻകു ചോടന പടുത്ത ഹേഗർ, അവരുടെ വീട് ഉപേക്ഷിച്ചിട്ട്, വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്? ചിന്തിക്കുകയാണ്.
കിന്തു ഗർ കാ ചോടന അക്സർ ഉനേം. അപ്പോൾ ആ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് എന്താണ് ബൂന്ത് ലവും കുച്ച് ഔർ ഹി ദേത്താ ഹേ കർ. അതായത് വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ എന്താ ആലോചിക്കുകയാണ്, സെയിം ടൈമിൽ ഇങ്ങനെ എനിക്ക് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുകയാണ് എനിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും എന്തില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബൂന്തില്ലാവും കുച്ച് എന്താണ് പറയുന്നത്, ആ നമുക്ക് മുത്തിനെ പോലെ നല്ലതിനായിരിക്കുമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളത് വീട് വിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഭയപ്പെടരുത്. നമ്മൾ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ വിധി എങ്ങനെയാണെങ്കിലും ആ ഭാഗ്യത്തിലേക്ക് എത്തും. മുത്തിനെ പോലെ അല്ലേ, ആ ഒരു മുത്തായി മാറി അല്ലേ, ആ ബൂന്ത് എന്തായി മാറി, മുത്തായി മാറി. അപ്പോൾ ആ ബൂന്തിനെ പോലെ മോത്തിയായി മാറുമെന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കവിത കിസ്കെ ബാരെ മേം ഹെ എന്നാണ്. അതായത് ഈ കവിത എന്തിനെ കുറിച്ചിട്ടാണ്, ആരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, ബൂന്തിനെ കുറിച്ച് അല്ലേ. അപ്പോൾ തുള്ളിയെ കുറിച്ച്, ഡ്രോപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കവിത ഏക്ക് ബൂന്ത് കെ ബാരെ മേം ഹെ. അപ്പോൾ ഒരു തുള്ളിയെക്കുറിച്ച്, ഒരു മഴത്തുള്ളിയെ കുറിച്ചിട്ടാണ് ഈ കവിത പറയുന്നത്. 2, ബൂന്ത് കോൻ സെ ഫൂൽ മേ ഗിർ സക്തി തി. ഏത് ഫൂലിലാണ് വീഴുമായിരുന്നത്, ഏതിലായിരുന്നു, ബൂന്ത് കമൽ കെ ഫൂൽ മേം ഗിർ സക്തി തി അല്ലേ. കമൽ എന്ന് പറയുന്നത്, അതായത് ലോട്ടസ് എന്ന് പറയുന്ന ഫൂലിലായിരുന്നു വീഴുമായിരുന്നത്. അടുത്തത്, ബൂന്ത് ഹവാ കെ സാത്ത് ബഹ്കർ കിസ് തരഫ് ഗയി. ബൂന്ത് ഹവാ കെ സാത്ത് ബഹ്കർ. ബൂന്ത് കാറ്റിനോടൊപ്പം ഒഴുകിയിട്ട് ഏത് ഭാഗത്തേക്കാണ്, ഏത് അരികിലേക്കാണ് പോയത്, സമുദ്രം അല്ലേ, സമുദ്രം അല്ലെങ്കിൽ സാഗർ, കടലിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ ബൂന്ത് ഹവാ കെ സാത്ത് സാത്ത് ബഹ്കർ സാഗർ കി തരഫ് ഗയി. അതായത് സമുദ്രത്തിൻ്റെ അരികിലേക്കാണ് പോയത്. അടുത്തത്, ബൂന്ത് കഹാം ഗിരി. ബൂന്ത് എവിടെയാണ് വീണത്, ഔർ ക്യാ ബനി. അത് എന്താണ് അതിന് സംഭവിച്ചത്, ബൂന്ത് കഹാം ഗിരി അല്ലേ, എവിടെ വീണത്, സീപ് മേം അല്ലേ, മുത്തിലാണ് പോയി വീണത്. മുത്തിലല്ല, ഒരു ചിപ്പിയിലാണ് പോയി വീണത്. ഔർ മോത്തി ബനി. അത് എന്തായി മാറി, ഒരു മുത്തായിട്ട് മാറി. ഇനി അടുത്തത്, ഹമേ ഗർസെ ബാഹർ നിക്കൽത്തെ സൈ. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ടെർന ക്യോം നെഹി ചായി. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്യോം എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഹമേം ഗർമേ ബാഹർ നിക്കൽനെ സമയ് ടെർന നെഹി ചാഹിയേ ക്യോം കി എന്താണ്, ഗർമേ ബാഹർ നിക്കൽ കർ ഹി സഫലത മിൽഹിയെ. വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ നമുക്ക് വിജയം തന്നെയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ അത് എന്തൊരു കാര്യത്തിനായാലും നമുക്കത് വിജയം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ലെസൺ നന്നായി ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ആയാലും മറ്റുള്ള വർക്കായാലും സ്വന്തമായിട്ട് എഴുതാനായിട്ട് ശീലിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ ഓരോ ലെസൺ കയറി പോകുമ്പോഴും മെച്ചപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ വർക്കും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അറിയാത്തത് ഡൗട്ട് ചോദിച്ചിട്ട് ക്ലാസ്സിൽ എഴുതി എടുക്കുക. അപ്പോൾ മാത്രമേ ഇതിൽ നോക്കാവോ, അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഹിന്ദിയിൽ മെച്ചപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മിസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതിനനുസരിച്ച് മിസ്സ് നിങ്ങളുടെ ലെസണിൽ എന്ത് മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നോ എന്താണെങ്കിലും കമൻറ്റിൽ എഴുതുക. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം മിസ്സ് വരുത്തുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.